മാറാത്തതെല്ലാം മാറും എന്ന് BJP പ്രചരിപ്പിച്ചപ്പോൾ ഇത്ര കണ്ട് അങ്ങ് മാറ്റിക്കളയുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വളരെ നല്ല ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ജനജീവിതം മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന് ഭൂമിയിൽ മാറ്റം വരുത്തുക, ഉടമസ്ഥതയിൽ മാറ്റം വരുത്തുക, സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ വർദ്ധിപ്പിക്കുക, വിദ്യാഭ്യാസത്തിന് പരമപ്രാധാന്യം കൊടുക്കുക, ജനങ്ങളുടെ ആരോഗ്യത്തിന് മുന്തിയ പരിഗണന നൽകുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തകർ വളരെ പ്രാധാന്യം കൊടുത്ത് പ്രവർത്തിച്ചിരുന്നു. ഒന്നും വേണ്ടപ്പാ, എന്തിനാ ഇതൊക്കെ എന്ന മട്ടിലാണ് മാറാത്തതെല്ലാം മാറും എന്ന് പ്രചരിപ്പിക്കുന്ന നമ്മുടെ BJP. അവർ പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ശരിയായ ഒരു പ്രവർത്തനം നടത്തണമെന്നില്ല. എന്നിട്ട് അധികാരത്തിൽ വന്നാൽ പോരെ. അധികാരത്തിൽ വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഏതെങ്കിലും നിയോജകമണ്ഡലത്തിൽ നിന്ന് മത്സരിക്കണം. അങ്ങനെ മത്സരിക്കണമെങ്കിലോ അവിടെ വോട്ടുകൾ ഉണ്ടാവണം. ആ വോട്ടുകൾ ഏത് സംസ്ഥാനത്ത് നിന്നും ഇങ്ങോട്ട് മാറ്റി ചേർക്കണം. അനുകൂലമായിട്ടുള്ള കാശ്മീരിൽ നിന്ന് വരെ കൊണ്ടുവന്ന് ചേർക്കുമെന്നാണ് ഒരു കനകോലു സിദ്ധാന്തക്കാരൻ പറഞ്ഞത്. വേണ്ടി വന്ന് അവിടുന്ന് ചേർക്കുമെന്ന്. അവർ ചേർത്തു. കാശ്മീരിൽ നിന്നല്ല, തൊട്ടയൽവക്ക സംസ്ഥാനങ്ങളിൽ നിന്ന് അങ്ങ് ചേർക്കലാണ്. ചേർത്തിട്ട് ഒരു പാർലമെൻറ്റ് മണ്ഡലം അങ്ങ് പിടിച്ചെടുത്ത് കളഞ്ഞു. ആരും അറിയാതെ. അത് എന്ത് പ്രവർത്തനമാണ് അവർ അവിടെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തതെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും പ്രവർത്തനമുണ്ടോ? ഇല്ല. പിന്നെ അങ്ങനെ ജയിച്ചതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് ചില ഒടിക്കൈകളുണ്ട്, അത് വേണം. അത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയില്ല. അവർ പഴയ സാമൂഹ്യ സുരക്ഷയും അതുപോലെ തന്നെ സാമൂഹ്യ മാറ്റവും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. വെറുതെ ചോദിക്കട്ടെ, ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന് ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ആളുകളെ പരിശീലിപ്പിച്ച് രംഗത്തിറക്കാറില്ലേ? അങ്ങനെ പരിശീലനം നേടിയവരെ കട്ടെടുക്കണം. മറ്റു പാർട്ടികളിൽ നിന്ന് കട്ടെടുക്കണം. അതിനെന്ത് ചെയ്യണം? പദവിയും പണവും കൊടുക്കണം. ഇത് രണ്ടും കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ഒന്ന്, ഭരണം ഉണ്ടാവണം. ഉണ്ടല്ലോ, കേന്ദ്രത്തിൽ ഭരണമുണ്ട്. പിന്നെ പദവി വേണം. പദവിയുണ്ട്. ഗവർണർ പണി, വൈസ് ചാൻസലർ പണി, അങ്ങനെ ഒട്ടേറെ പദവികളില്ലേ? അതെല്ലാം കൊടുക്കണം. ഇതൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച ആളെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അങ്ങനെ നഷ്ടപ്പെട്ടത് മുഴുവൻ കോൺഗ്രസ്സിനാണ്. കോൺഗ്രസ്സിലാണ് പദവിക്കും അതുപോലെ തന്നെ പണത്തിനും അത്യാർത്തി വരുത്ത കൂട്ടമുള്ളത്. അവർ ഓരോന്നും എൻ്റെ ഡയറിയിൽ തന്നെ 10-200 പേരുടെ പേര് ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. കോൺഗ്രസ്സിൽ നിന്ന് രായ്ക്ക് രാമാനും BJP റാഞ്ചി എടുത്തുകൊണ്ട് പോയവർ. അച്ഛനും അമ്മയും പൊന്നുപോലെ സൂക്ഷിച്ച മക്കളെ റാഞ്ചി കൊണ്ടുപോകുന്നത് പോലെയാണ് BJPയുടെ കഴുകനിങ്ങ് വന്ന് റാഞ്ചി എടുത്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ പോയാൽ 2-3 പ്രതിഭകളെ എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ പറ്റും. പ്രതിഭകളൊന്നുമല്ല. ഒന്ന് കെ കരുണാകരൻ്റെ മകളാണ്, മറ്റൊന്ന് AK ആൻ്റണിയുടെ മകളാണ്.
പ്രചരിപ്പിക്കാൻ എന്തെങ്കിലും വേണം. അപ്പോൾ വളരെ സജ്ജരായിട്ട് അവർക്ക് ആളെ കിട്ടി. എല്ലാ പാർട്ടികളിൽ നിന്നും റാഞ്ചാൻ നടക്കുകയാണ്. ഇത് രാഷ്ട്രീയ പ്രവർത്തനമാണെന്നാണ് BJP പറയുന്നത്. BJPക്ക് എങ്ങനെ പറയാം? കാരണം അവർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതേയില്ല. പ്രവർത്തിക്കുന്നില്ലെന്ന് പറയരുത് കേട്ടോ, ഒക്കെ തെറ്റ്. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അവർ സംഘടിപ്പിക്കുന്നത്? ഈ കാണാവുന്ന ക്ഷേത്രങ്ങൾ ഇടിഞ്ഞ് പൊളിഞ്ഞവ, പ്രവർത്തിക്കാത്തവ എല്ലാം പ്രവർത്തിപ്പിക്കുന്നതിന് അവരൊരു സമിതി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സമിതിയുടെ അപ്പോസ്റ്റലനായിരുന്നു നമ്മുടെ കുമ്മനം രാജശേഖരൻ. അദ്ദേഹം BJPയുടെ ആരും ആയിരുന്നില്ലെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഒരു ദിവസം അദ്ദേഹം ഇടുത്തി പോലെ BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് വരികയായിരുന്നു. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പദവി വിട്ടിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ക്ഷേത്ര സംരക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇവരുടെ. ജനങ്ങൾക്ക് ആരാധനാലയങ്ങൾ വേണ്ടേ? ആരാധനാലയങ്ങൾ മാത്രം മതിയോ? പോരാ. ആരാധനാലയങ്ങളിൽ ഒട്ടേറെ പരിപാടികൾ വേണം. പരിപാടികളില്ലാതെ കേരളത്തിലെ ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ അവർ തുടങ്ങി നവാഹയജ്ഞം, സപ്താഹയജ്ഞം, അങ്ങനെ 1,000 യജ്ഞങ്ങൾ അങ്ങനെ ക്ഷേത്രങ്ങളിലെല്ലാം തുടങ്ങുകയാണ്. സ്ത്രീകളെല്ലാം അങ്ങോട്ടേക്ക് ഒഴുകുകയാണ്. നമ്മുടെ കോൺഗ്രസിൻ്റെ ആളുകൾ ഭക്തിയാണ്, ഭക്തി എതിർക്കാൻ പാടില്ല, അവരും കൂടി നടന്നതിൻ്റെ ഭാരവാഹികളാകുകയാണ്. അവരറിയുന്നുണ്ടായിരുന്നോ അവരുടെ അവരുടെ കാൽച്ചുവട്ടിൽ നിന്നും മണൽ വലിച്ചു വാരി കൊണ്ടുപോയി അവരെ കുഴിയിലേക്ക് ഇറക്കുകയാണെന്ന് ആ വിദ്വാൻമാർ മനസ്സിലാക്കിയതേയില്ല. മുഴുവൻ ക്ഷേത്രങ്ങളിലും സപ്താഹയജ്ഞങ്ങളും നവാഹയജ്ഞങ്ങളുമാണ്. പിന്നെന്താ? പണം ഉണ്ടാക്കുന്നതിന് എന്താ മാർഗം? അതിനല്ലേ ഈ രാജ്യത്തെ വ്യവസായികൾക്കൊരു സൗജന്യം ചെയ്തു കൊടുക്കുകയാണ്. നിങ്ങൾ എത്ര രൂപ വേണമെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കാം, അതിനെ നിയമമേധമാക്കി തരാം. നിങ്ങൾ സമ്പാദിക്കൂ, എന്നിട്ട് നിങ്ങൾ ഇന്നയാൾക്ക് കൊടുക്കാൻ പറയുന്നു എന്ന് പറയൂ, നിക്ഷേപിക്കൂ. അതാണ് നമ്മുടെ ബോണ്ട് പണം വന്ന്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഓരോ വ്യവസായിയും അല്ലെങ്കിൽ ഓരോ അതിന് പറയേണ്ടത് ഓരോ സാമ്പത്തിക അതിക്രമ വിദഗ്ധന്മാരും പറയുകയാണ്, ഞാൻ BJPക്ക് ഇത്ര കൊടുക്കുന്നു, കോൺഗ്രസ്സിന് ഇത്ര കൊടുക്കുന്നു, എല്ലാം നിയമവിധേയമാണ്. അങ്ങനെ ആയിരക്കണക്കിന് കോടി രൂപയാണ് BJPയുടെ പോക്കറ്റിലേക്ക് വന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അല്പാൽപ്പം കിട്ടിയിട്ടുണ്ടെന്നേ. പക്ഷെ കൂടുതലും പോയത് BJPയുടെ പോക്കറ്റിലേക്കും കോൺഗ്രസിൻ്റെ പോക്കറ്റിലേക്കുമാണ്. അപ്പോൾ പണത്തിന് വേണ്ടി പിരിക്കേണ്ടതുണ്ടോ? പണം വേണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ വരേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതാ മാറാത്തതെല്ലാം മാറുമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പിരിച്ച് പോക്കറ്റ് വെച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു? ആ പണം ഉപയോഗിച്ച് കാല് മാറ്റുന്നു, പാർട്ടി മാറ്റുന്നു. ഇന്നലെ ഒരു പാർട്ടിയിലിരുന്ന് റാഞ്ചിക്കൊണ്ട് വേറെ സ്ഥലത്തേക്ക് പോകുന്നു. ഇങ്ങനെയൊക്കെ ഒരു പുതിയ രാഷ്ട്രീയ പ്രവർത്തനമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. എളുപ്പത്തിൽ ഇലക്ഷൻ നടത്തി കൂടുതൽ സീറ്റ് നേടണം എന്ന് ആഗ്രഹിച്ചാൽ എന്ത് ചെയ്യണം? അതിന് എളുപ്പവഴിയുണ്ടെന്നേ. എന്താ എളുപ്പവഴി? കമ്മീഷനെ തന്നെ കൈക്കലാക്കി കളയണം, കമ്മീഷനെ തന്നെ കട്ടെടുക്കണം. അതിന് നമ്മുടെ കനകോലു സിദ്ധാന്തക്കാരൻ ഉണ്ടാക്കിയ ഒരു പരിപാടിയാണ് ഒരു പാർലമെൻറ്റിൽ ഒരു നിയമം പാസ്സാക്കുക. എന്താണ് നിയമം?
ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നതിനൊരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ടല്ലോ. ആ സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെയാ? പ്രധാനമന്ത്രി, പിന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഇപ്പോൾ കനകോലു എന്ത് പറഞ്ഞു? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ അങ്ങോട്ട് ഒഴിവാക്കണം. ഒഴിവാക്കിയിട്ട് പ്രധാനമന്ത്രിയും അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാളും എന്നാക്കി മാറ്റണം. അങ്ങനെ ചെയ്തു. അങ്ങനെ 3 പേരുടെ കമ്മിറ്റിയിൽ ആർക്കായി ഭൂരിപക്ഷം? പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. അടുത്തത് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നയാൾ. ഓതിനും പോരാഞ്ഞിട്ട് വേറെ ആരെയും അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടില്ല. അദ്ദേഹം തിരഞ്ഞെടുത്തത് നമ്മുടെ അമിത്ഷായാണ്. അപ്പോൾ അമിത്ഷായും മോഡിയും കൂടി തീരുമാനിക്കുന്നവർ ആരാണോ അവർ മാത്രമേ എന്താകൂ? ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളാകൂ. അപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ പണി എന്താണ്? അദ്ദേഹം അഭിപ്രായം പറയാം. പക്ഷേ ഈ 2 പേരുടെ തീരുമാനമല്ലേ ഭൂരിപക്ഷം. 3 പേരുണ്ടെങ്കിൽ 2 പേരല്ലേ ഭൂരിപക്ഷം. അങ്ങനെ ഒരു പണി പറ്റിച്ച് ഒന്നിനും കൊള്ളാത്ത BJPയുടെ വിടുപണിക്കാരായിട്ടുള്ള സ്വയം സേവകരായിട്ടുള്ള ആളുകളെ തന്നെ തിരഞ്ഞെടുത്ത് ഇപ്പോൾ എവിടെ നിയമിച്ചിരിക്കുക? നമ്മുടെ ഇലക്ഷൻ കമ്മീഷനായിട്ട് നിയമിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരുദ്ദേശിക്കുന്നത് പോലെ നടക്കുമോ? നടക്കും. എന്നിട്ട് എന്ത് സംഭവിച്ചു? സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി തന്നെ രാജസ്ഥാനിൽ പോയി പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. തനി വർഗീയത. എന്നിട്ട് ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. അങ്ങനെ ചെയ്യുന്ന ഇലക്ഷൻ നിയമങ്ങൾക്ക് വിരുദ്ധമല്ലേ? ആണ്. എന്നിട്ട് എന്താ നടപടി സ്വീകരിക്കാതിരുന്നത്? മനസ്സില്ല. ഇതാണ് ഒരു രീതി. അപ്പോൾ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന പ്രഹസനമാക്കത്തക്ക രീതിയിൽ തന്നിഷ്ടപ്രകാരം എന്തും നടത്താവുന്ന രീതിയിൽ ഒരു ഗവൺമെൻറ് പെരുമാറുകയാണ്. അതാണ് അവർ പറയുന്ന മാറാത്തതെല്ലാം മാറുമെന്ന്. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കുതന്ത്ര തന്ത്ര മന്ത്ര കാര്യങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് തിരഞ്ഞെടുപ്പിൽ എങ്ങനെയും ജയിച്ചാൽ മതി. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താ മനസ്സിലാക്കേണ്ടത്? എന്താ ജനങ്ങളുടെ സ്ഥിതി? അവർ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവരാണ്. ആ മതവിഭാഗത്തിൽ തന്നെ വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരാണ്. ആ ജാതികൾ ഓരോന്നിനും അവർക്ക് കൃത്യമായി സംഘടനകളുണ്ട്. ആ സംഘടനകളെ മൊത്തത്തിൽ കച്ചവടം ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ആൾക്കാരെല്ലാം നമ്മുടെ കൂടെ പോരും. അങ്ങനെ എല്ലാ സാമുദായിക സംഘടനകളെയും നേരിട്ട് തന്നെ കണ്ട് ഏർപ്പാടുണ്ടാക്കിയതിൻ്റെ ഫലമായി ആ സംഘടനകൾ ഓരോന്നും പിന്നെ സംഘപരിവാർ സംഘടനകളുടേത് മാത്രമായി. ഒരു ഉദാഹരണം പറയാം. മറ്റൊന്നുമല്ല, BDJS. അതൊരു സംഘപരിവാര സംഘടനയാണ്. എവിടെ നിന്നാണ് വന്നത്? SNDPയുടെ എല്ലാവിധത്തിലുള്ള ആശീർവാദങ്ങളോടും കൂടിയാണ് വന്നത്. എന്താ SNDPയുടെ മോട്ടോ? അവരുടെ ആദർശം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നാണ്. അവരിപ്പോൾ പറയുന്നുണ്ടോ അത്? ഇല്ല. അതിൽ ചില നീക്കുപോക്കല്ല അവർ വരുത്തിയിട്ടുണ്ട്. വിട്ടുവീഴ്ചയില്ലാതെ നീക്കുപോക്കാണ്. എന്താണത്? ജാതി പറയണം, പറയുകയാണവർ. മറ്റുള്ള ജാതിക്കാരുമായിട്ട് സൗഹൃദത്തിൽ പോകുന്നത് ശരിയല്ല
എന്ന രീതിയിലൊക്കെ ചിന്തിക്കുന്ന ജനവിഭാഗങ്ങളായി കേരളത്തിലെ ജനങ്ങൾ മാറുകയാണ്. മാറാത്തതെല്ലാം മാറിയോ? മാറുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി ഒരു ചുക്കും ചുണ്ണാമ്പും നിങ്ങൾ ചെയ്യേണ്ടതില്ല. ജനങ്ങളുടെ വിശ്വാസത്തെ, ആചാരത്തെ എല്ലാം മുറുകെ പിടിച്ചിട്ട് അവരുടെ കൂടെ ചേർന്ന് നിന്ന് അവരോടൊപ്പം പെരുമാറിയാൽ മാത്രം മതി. അതാണ് പുതിയ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം. BJP മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മോഡലുകളാണിത്. BJPയിൽ ആത്മാർത്ഥതയോടുകൂടി ചേർന്ന് മെമ്പർഷിപ്പ് എടുത്ത് തുടർച്ചയായി പ്രവർത്തിച്ച് നേതൃത്വത്തിൽ എത്തിച്ചേർന്ന് ഏതെങ്കിലും ഒരു നേതാവുണ്ടോ? ഏറ്റവും അവസാനത്തെ കാര്യം പറഞ്ഞ് നമുക്ക് നിർത്താം. അവർക്കൊരു മേയർ വേണം. കൊണ്ടുവരുന്നു, ഒരു IPSകാരിയെ കൊണ്ടുവരുന്നു, IPSകാരിയെ കൊണ്ടുവരുന്നു. ഇതാണ് നമ്മുടെ മേയർ സ്ഥാനാർത്ഥിയെന്ന് പ്രഖ്യാപിക്കുന്നു, എന്നിട്ട് മുന്നോട്ട് പോകുന്നു. ഇതാണ് രീതി. മറ്റു പാർട്ടിയിൽ നിന്ന് വന്നവർക്കെല്ലാം വലിയ സ്ഥാനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അബ്ദുള്ളക്കുട്ടിക്ക് ദേശീയ വൈസ് പ്രസിഡൻറ്റ്. എന്തൊരു വലിയ പോസ്റ്റാണ്. അങ്ങനെ നിങ്ങൾ ഓരോന്നും നോക്കൂ. വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന ജനതയെ കബളിപ്പിക്കത്തക്ക രീതിയിലുള്ള കുതന്ത്രങ്ങളുമായിട്ട് BJP ഇറങ്ങിയിരിക്കുകയാണ്. കേക്കുമായിട്ട് പള്ളി സന്ദർശിക്കും, എന്നിട്ട് അവിടുത്തെ അച്ഛന്മാരെയെല്ലാം പോക്കറ്റിലാക്കും. അങ്ങനെ പോവുകയാണ്. ഇതെവിടെ ചെന്ന് പെടും എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. മാറാത്തതെല്ലാം മാറിയോ? സാമൂഹ്യനീതിക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ? ഇതിനെല്ലാം പിന്താങ്ങുന്ന കുറേ ആളുകളുണ്ട് കേട്ടോ. അതിലേറ്റവും അവസാനത്തെ കണ്ണി ഇപ്പോൾ ചെന്ന് ചേർന്നിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നാണ്, CPIMൽ നിന്നാണ്. മെമ്പറല്ല, പകരം കഴിഞ്ഞ 10-30 വർഷമായിട്ടുള്ള സ്ട്രിക്റ്റ് ഫോളോവറാണ്. ആരാ അത്? എല്ലാവർക്കും അറിയാം. ഈ അടുത്ത കാലത്ത് പോയത് ചാനൽ ചർച്ചകളുടെ മഹാരാജാവ് എന്നറിയപ്പെടുന്ന റെഗ്ജി ലൂക്കോസ് പോയിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുഴുവൻ പേരും വരുമെന്നാണ്. ഞാൻ പറഞ്ഞില്ലേ, മാറാത്തതെല്ലാം മാറും, മാറ്റും അതുകളി നിങ്ങളെത്താൻ. അതാണ് BJP. മനസ്സിലായോ മാറാത്തത് എന്താണെന്ന്? താങ്ക് യു ആൾ.